20-ാം തീയതി പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അതിൽ നമ്മളെ കഴിയുന്ന രീതിയിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഡൽഹിയിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും കൂടി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും എന്ന് ഉറപ്പ് നൽകാൻ വേണ്ടി വന്നു. യുവജനങ്ങളാണ് ഇത് നയിക്കുന്നത്. ഇവിടെ SFI ഉണ്ട്, DYFI ഉണ്ട്. ഇവിടെ MP-മാർ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവരും പങ്കെടുക്കും. ആ ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോഴേ സഖാവ്, ഈ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നു. ഇപ്പം സഖാവ് സംസാരിച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഇനി എൻ്റെ ചങ്ങാതി അവിടെ പറഞ്ഞ കാര്യം ഞാൻ പുറത്ത് പറയും. ഇത് 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ സമ്മേളനത്തിൽ ചേർന്നപ്പോൾ അവിടെ കേരളത്തിൻ്റെ ഉണ്ടാകാൻ പോകുന്ന പുതിയ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞ പ്രൊജക്റ്റാണ്. അന്ന് വേറെ ആരും ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതിന് ഞങ്ങളുണ്ടാക്കിയ രീതി എന്താണെന്ന് വെച്ചാൽ, തുറമുഖം നമ്മൾ നേരിട്ടുണ്ടാക്കും. എന്നിട്ട് നടത്തിപ്പ് നമുക്ക് പറ്റൂല, മറ്റു വിദേശ കമ്പനികളോട്ടൊക്കെ ബന്ധം വേണം. അതിന് ടെൻഡർ വിളിച്ചു കൊടുക്കും. അപ്പം അതിൻ്റെ നേട്ടത്തിൽ നല്ലൊരു പങ്ക് കേരളത്തിനും കിട്ടും. ഇത് മാറ്റിയത് ഉമ്മൻചാണ്ടിയാണെന്ന് കരാറൊപ്പിട്ടത് LDF അല്ല. ഞങ്ങളതിനെ കടൽക്കൊള്ളയെന്ന് വിളിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം നമ്മൾ മുടക്കണം. 2014 അപ്പോൾ നമ്മൾ കടൽക്കൊള്ളയെന്ന് വിളിക്കാൻ കാരണം എന്താ? പണം മുടക്കുന്നത് കേരള സർക്കാർ 70% പണം. പക്ഷേ 30 വർഷത്തേക്ക് അതിൽ നിന്ന് ഒരു നേട്ടവും ലാഭവിഹിതവും സംസ്ഥാന സർക്കാരിന് കിട്ടില്ല. എങ്കിലും പിന്നെ എന്താ നിങ്ങൾ നടപ്പാക്കാൻ പോയേ എന്നുള്ള നിങ്ങൾ ചോദിച്ചത്. ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പുണ്ടെങ്കിലും ഈ കരാറുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം അക്കാലത്ത് അദാനി കുളച്ചിലിൽ അവിടെ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇവിടെ കേസ് ഒപ്പിട്ട് വെച്ചിരിക്കുന്ന കരാറല്ലേ, 1-2 വർഷം കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിന് സാധ്യത പോവില്ലേ. അതുകൊണ്ട് സമ്മതിച്ചു, അധികാരത്തിൽ വന്നു. 10 വർഷം തുറമുഖ വികസനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തു. UDF അട്ടിമറിക്കാനാണ് നോക്കിയത്. അവിടെ സമരമൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ പുതിയ സർക്കാർ വന്നു. അപ്പോഴാണ് ഈ കൊള്ളയുടെ ഒരു വലിപ്പം മനസ്സിലാവണേ നമുക്ക് പോലും കൃത്യമായിട്ട്. എന്താ അത്? ഇത് ലാഭമല്ല, എൻ്റെ ഓഹരിക്കുണ്ടായ ക്യാപിറ്റൽ ഗെയിൻസാണ്. 25,000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻസാണ്. അതിൻ്റെ പാതി കൊടുത്ത് 49% MSC വാങ്ങുകയാണ്. അതിന് കേരളത്തോട് അനുവാദം മേടിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഇനി പ്രവർത്തിക്കുക എന്നുള്ള ധാരണയിലെത്തുന്നില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ തുറമുഖമെടുക്കുന്ന കമ്പനിക്ക് ഒരു 250 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വേറെ ഒരു തുറമുഖത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് പാടില്ല എന്നും കരാറി വ്യവസ്ഥയുണ്ട്. MSC കമ്പനിക്ക് തൂത്തുക്കുടി പോർട്ടിലുണ്ട്, ഒരു ടെർമിനൽ തന്നെ അവരുടേതാണ്. അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാതെ അവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ പകുതി ഷെയർ 49% ഷെയർ മറിച്ചു കൊടുക്കാൻ പോവുകയാണെന്ന്. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇന്ന് മനോരമയിൽ ചില വിദ്വാന്മാർ ചന്ദ്രശേഖരൻ സാറും മോഹൻദാസും എല്ലാം എഴുതിക്കൊണ്ട് കേരളം എത്ര മുടക്കിയാലും എന്ത് ചെയ്താലും കുഴപ്പമില്ലാതെ
എന്താ ഇവർ ഈ പറയണേ? ഞാൻ പറയാ അവർക്കിത് ആവശ്യമുണ്ട്, ഞാൻ തള്ളിക്കളയുന്നില്ല. MSC കമ്പനി വരണം, ഓക്കെ, റീനെഗോഷിയേറ്റ് ചെയ്യുന്നു, ചർച്ച ചെയ്യുക കേരള സർക്കാരുമായിട്ട്. കേരളത്തിന് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ലാഭം കിട്ടില്ല, അന്ന് ആരും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് വിഴിഞ്ഞം ഏറ്റവും പ്രമുഖ തുറമുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് വരും ഈ മാറ്റം ഒന്നും കരുതിയിട്ടില്ല. ഇന്നെല്ലാം അറിയാലോ, കേരള സർക്കാരിന് അനുവാദം കൂടിയേ തീരും. അപ്പോൾ റീനെഗോഷിയേറ്റ് ചെയ്തിട്ട് ചർച്ച ചെയ്യട്ടെ.